തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് പുറപ്പെടുന്ന രാജപ്രതിനിധി സംഘത്തിനൊപ്പം ശബരിമലയ്ക്ക് പുറപ്പെടുന്നവർക്ക് യാത്രയയപ്പ് നൽകി. പുല്ലുകുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നുമാണ് യാത്രയയപ്പ് നൽകിയത്. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ചാർത്താനുള്ള തിരുവാഭരണവുമായി പന്തളത്തു നിന്നും പുറപ്പെടുന്ന പുനർനന്നാൾ നാരായണവർമ്മയുടെ നേതൃത്വത്തിലുള്ള രാജപ്രതിനിധി സംഘത്തിനൊപ്പം പുറപ്പെടുന്ന എം ജയപ്രകാശിനും സുരേഷ് കുമാറിനുമാണ് യാത്രയയപ്പ് നൽകിയത്. പുല്ലുകുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നുമായിരുന്നു യാത്രയയപ്പ്. സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ എന്ന നവാക്ഷരി മന്ത്രം മാത്രമേ ഇപ്പോൾ മനസ്സിലും ശരീരത്തിലുള്ളൂ. എല്ലാ ഭക്തർക്കും വേണ്ടിയിട്ട് എല്ലാവരുടെയും ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റി നന്മയും ഐശ്വര്യവും എല്ലാവർക്കും സമ്പത്തും ഒക്കെ ഉണ്ടാക്കണം എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അയ്യപ്പസ്വാമിയുടെ പ്രതിസ്ഥാനീയനായി പന്തളത്ത് നിന്ന് ഇപ്രാവശ്യം പോകും. പുനർനന്നാൾ നാരായണവർമ്മ തമ്പുരാനൊപ്പം ചേർന്ന് ആ രാജസ്ഥാനിയനൊപ്പം അയ്യപ്പൻ്റെ പ്രതിസ്ഥാനത്തേക്ക് ഞങ്ങളും കൂടി എത്തിച്ചേരുന്നു. അത് ഒരുപക്ഷെ പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്താവും അയ്യപ്പസ്വാമിയും കോടാനുകോടി ദേവീ ദേവന്മാരും ഒക്കെ തന്നൊരു വലിയ ഭാഗ്യമോ അല്ലെങ്കിൽ പുണ്യമോ ഒക്കെ കാണുകയാണ്. ഇതിനു മുമ്പിൽ എല്ലാവരുടെയും കാൽക്കൽ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അയ്യപ്പസ്വാമിയുടെ അടുക്കിലേക്ക് എല്ലാവരുടെയും ദുരിതങ്ങളെല്ലാം മാറ്റണമെന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന മാത്രം പറഞ്ഞുകൊണ്ട് അയ്യപ്പസ്വാമിയുടെ അടുക്കിലേക്ക് പോവാണ്. സ്വാമിയെ ശരണമയ്യപ്പ. പന്തളത്തേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് പുല്ലുകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിൽ പള്ളി ഉണർത്ത് ശ്ലോകം ജയപ്രകാശ് ആലപിച്ചു. കോടിചന്ദ്രപ്രഭാപൂരം കോടി സൂര്യ സമപ്രഭം പുല്ലുകുളങ്ങരാധീശം ശാസ്താരം ശരണാമ്യഹം ഹരിഹരാത്മജം ദേവം ഹാരനോപുരഭൂഷിതം പുല്ലുകുളങ്ങരാധീശം ശാസ്താരം ശരണാമ്യഹം. പുതിയിടം ശ്രീകൃഷ്ണ ക്ഷേത്രം, ചേരാവള്ളി ദേവീ ക്ഷേത്രം, ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം, തെന്നല മണ്ണടി ദേവീ ക്ഷേത്രം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയാണ് പന്തളം കോയിക്കൽ ക്ഷേത്രത്തിൽ ഇരുവരും എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.